ബുദ്ധിശാലിയായ കള്ളൻ. പണ്ടൊരു കാലത്ത് ലണ്ടനിൽ ആബ്രഹാം എന്നു പേരുള്ള ഒരു കള്ളനുണ്ടായിരുന്നു. അവൻ എങ്ങനെയുള്ള കള്ളത്തരങ്ങളും വളരെ സാമർഥ്യത്തോടെ ചെയ്തിരുന്നു. എങ്ങനെയുള്ള കള്ളത്തരങ്ങൾ ചെയ്യുകയാണെങ്കിലും കാവലാളികളുടെ കയ്യിൽ കുടുങ്ങാതെ തന്റെ ബുദ്ധി ഉപയോഗിച്ച് കൃത്യമായി രക്ഷപ്പെട്ടു പോവുകയും ചെയ്തിരുന്നു. ആബ്രഹാമിന്റെ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവരും പേടിക്കുമായിരുന്നു. ആബ്രഹാമിന് ഒരേ ഒരു മകനുണ്ടായിരുന്നു. അവന്റെ പേരാണ് ജെയിംസ്. ജെയിംസും തന്റെ അച്ഛനെപ്പോലെ വലിയൊരു കള്ളനാവാനായിരുന്നു തീരുമാനിച്ചത്. ജെയിംസ് ഒരിക്കൽ ആബ്രഹാമിന്റെ അടുത്ത് പോയി, "അച്ഛാ, എനിക്കും അച്ഛനെപ്പോലെ ഒരു വലിയ കള്ളനാവാനാണ് തീരുമാനം. പക്ഷേ എനിക്ക് എങ്ങനെ മോഷ്ടിക്കണമെന്നറിയില്ല. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് എങ്ങനെ മോഷ്ടിക്കണമെന്ന് പഠിപ്പിക്കാമോ?" എന്ന് അച്ഛനോട് ചോദിച്ചു. ജെയിംസ്, "കള്ളത്തരം കാണിക്കുന്നത് പാഠം പഠിക്കുന്നത് പോലെയല്ല. നീ തന്നെ നിന്റെ ബുദ്ധി ഉപയോഗിച്ച് മോഷ്ടിക്കാൻ പഠിക്കേണ്ടതാണ്. അങ്ങനെയല്ലാതെ മറ്റാർക്കും നിന്നെ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല. നീ തന്നെ വേണം പഠിക്കാൻ" എന്ന് പറഞ്ഞു. അന്ന് രാത്രി തന്നെ ആബ്രഹാം കൊള്ളയടിക്കാൻ വേണ്ടി പുറത്തേക്ക് പുറപ്പെട്ടുപോയി. "അച്ഛാ, എന്നെയും ഇന്ന് അച്ഛന്റെ കൂടെ പുറത്തേക്ക് കൊണ്ടുപോകാമോ? അച്ഛൻ എങ്ങനെയാ കൊള്ളയടിക്കുന്നതെന്ന് എനിക്ക് കാണണം" എന്ന് പറഞ്ഞു. അപ്പോൾ അബ്രഹാം ഇല്ലെന്ന് പറയാതെ, "ശരി, എന്നോടൊപ്പം വാ" എന്ന് പറഞ്ഞു. രണ്ടുപേരും ഒരുമിച്ച് അന്ന് രാത്രി കൊള്ളയടിക്കാൻ വേണ്ടി പുറപ്പെട്ടുപോയി. അച്ഛൻ മകൻ രണ്ടുപേരും അവിടെ ഒരുപാട് കാശുള്ള ഒരു പണക്കാരന്റെ വീട്ടിലേക്ക് ചെന്ന് ആ വീട്ടിൽ ഇന്ന് കൊള്ളയടിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആബ്രഹാം ആ പണക്കാരന്റെ വീട് നന്നായി ശ്രദ്ധിച്ച് ഒരു ചുവരിൽ ഒരാൾക്ക് കടക്കുന്നത്രയും ദ്വാരമുണ്ടാക്കി. അതിനുശേഷം തന്റെ മകനോട്, "ജെയിംസ്, ശബ്ദമുണ്ടാക്കാതെ ഞാനുണ്ടാക്കിയ ഈ ദ്വാരത്തിലൂടെ അകത്തേക്ക് കടക്ക്. മുറിക്കുള്ളിൽ ഒരു വലിയ ട്രങ്ക് പെട്ടിയുണ്ട്. ഞാൻ നിനക്കൊരു താക്കോല് തരാം. അതുപയോഗിച്ച് ആ പെട്ടി തുറക്കണം. അതിൽ നിന്ന് സ്വർണം, വെള്ളി, ആഭരണങ്ങൾ എല്ലാം നീ പുറത്തേക്കെടുത്തുകൊണ്ടുവരണം. സൂക്ഷിച്ച്" എന്ന് പറഞ്ഞു. അച്ഛൻ നൽകിയ താക്കാലും എടുത്തുകൊണ്ട് ദ്വാരത്തിലൂടെ അകത്തേക്ക് കടന്നു ജെയിംസ്. വീടിനുള്ളിൽ കടന്നതിനു ശേഷം മുറിക്കുള്ളിലേക്ക് ചെന്ന് താക്കോലുപയോഗിച്ച് ട്രങ്ക് പെട്ടി തുറന്നു. അതിനുള്ളിലേക്ക് പോയി ശബ്ദമുണ്ടാക്കാതെ അടച്ചു. അതിനുള്ളിലുള്ളതെടുത്തപ്പോൾ വല്ലാത്ത ശബ്ദം കേട്ടു. ആ ശബ്ദം കേട്ട് പണക്കാരന്റെ വീട്ടിലുണ്ടായിരുന്ന ജോലിക്കാര് കണ്ണു തുറന്നു. "എവിടുന്നാടാ ഈ ശബ്ദം? എവിടുന്നാണ് വരുന്നത്?" 4 പേരിൽ ഒരാൾ അത്ഭുതത്തോടെ ചോദിച്ചു. അപ്പോൾ രണ്ടാമത്തെ ആൾ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റ്, "ഒന്നുമില്ലടാ, എല്ലാ വാതിലും മൂടിയിരിക്കുമ്പോൾ ആരാണ് വരിക? ഉറങ്ങൂ, രാവിലെ നോക്കാം" എന്നും പറഞ്ഞ് കണ്ണ് തേച്ചുകൊണ്ട് പെട്ടിക്ക് മുകളിൽ കിടന്നുറങ്ങി. ജെയിംസ് പെട്ടിക്കുള്ളിൽ കുടുങ്ങുകയും ചെയ്തു. കുറെ സമയമായിട്ടും ജെയിംസ് വരാത്തതുകൊണ്ട് വളരെ പ്രതീക്ഷിച്ചതിനു ശേഷം ആബ്രഹാം വീട്ടിലേക്ക് പോയി സുഖമായി പുതച്ച് ഉറങ്ങുകയും ചെയ്തു. മോഷ്ടിക്കാൻ പോയ മകന് എന്ത് സംഭവിച്ചു? അവിടെ അവൻ എന്താണ് പ്രശ്നം? ഒന്നിനെക്കുറിച്ചും ആലോചിക്കാതെ ആബ്രഹാം സുഖമായിട്ട് കിടന്നുറങ്ങി. ട്രങ്ക് പെട്ടിക്കുള്ളിൽ കുടുങ്ങിയ ജെയിംസ് താൻ മോഷ്ടിക്കാൻ വന്ന സ്വർണങ്ങളെല്ലാം കെട്ടിവെച്ചു. അതിനുശേഷം എലിക്കുട്ടികളെ പോലെ കിച്ചു കിച്ചെന്ന് ശബ്ദമുണ്ടാക്കി. ആ ശബ്ദം കേട്ട് ട്രങ്ക് പെട്ടിയുടെ പുറത്ത് കിടന്നുറങ്ങിയിരുന്ന ജോലിക്കാരൻ, "ട്രങ്ക് പെട്ടിക്കുള്ളിൽ എലികളുണ്ട്" എന്ന് പറഞ്ഞ് ട്രങ്ക് പെട്ടി പയ്യെ തുറന്നു. ഉടൻ തന്നെ ജെയിംസ് ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ ഉടൻ തന്നെ പുറത്തേക്ക് വന്ന് ആ ജോലിക്കാരനെ ഒറ്റത്തൊഴിക്ക് ഉള്ളിലാക്കി അച്ഛനുണ്ടാക്കിയ ദ്വാരത്തിലൂടെ വേഗം പുറത്തേക്ക് വന്നു. അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ആ സമയത്ത് പണക്കാരന്റെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും "കള്ളൻ, കള്ളൻ" എന്നും പറഞ്ഞ് ഓടിക്കുകയും ചെയ്തു. ഓടിയ ജെയിംസ് വലിയൊരു പാറക്കഷ്ണം എടുത്ത് അവിടെയുണ്ടായിരുന്ന കിണറ്റിനുള്ളിലേക്ക് ഇട്ടു. വലിയൊരു ശബ്ദം പുറത്തേക്ക് വന്നു. അതിനുശേഷം അടുത്തുണ്ടായിരുന്ന മരത്തിൽ കയറി അതിന്റെ ശാഖകൾക്കിടയിൽ ഒളിച്ചിരുന്നു. ആ ശബ്ദം കേട്ട ജെയിംസിനെ ഓടിച്ചിരുന്ന എല്ലാവരും കിണറ്റിനുള്ളിലേക്ക് എത്തിനോക്കി. കുറച്ചുപേര് വിളക്കെടുത്ത് അവൻ എവിടെയുണ്ടെന്ന് എത്തിനോക്കി. മറ്റൊരുത്തനും കയറ് കെട്ടി താഴേക്ക് ഇറങ്ങി നോക്കി. അപ്പോഴും അവന് കള്ളനെ കാണാൻ സാധിച്ചില്ല. ഇതെല്ലാം ചെയ്തു തീർക്കാൻ തന്നെ ഒരുപാട് സമയമായി. ആ കള്ളൻ തങ്ങളെ പറ്റിച്ച് എങ്ങോട്ടോ രക്ഷപ്പെട്ടു പോയി എന്ന് കരുതിയ അവർ തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം ജെയിംസ് പയ്യെ താഴെ ഇറങ്ങി മോഷ്ടിച്ച സാധനങ്ങളോടൊപ്പം വീട്ടിലേക്ക് വന്നു. ആബ്രഹാമിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച്, "അച്ഛാ, അച്ഛൻ പറഞ്ഞത് വാസ്തവമാണ്. എന്ത് കാര്യമാണെങ്കിലും ശരി, അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റൂ" എന്ന് പറഞ്ഞ് പണക്കാരന്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ആബ്രഹാം തന്റെ മകന്റെ ബുദ്ധിയോർത്ത് പ്രശംസിക്കുകയും ചെയ്തു.
ഹായ് കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കൂടുതൽ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഫേസ്ബുക്കിലും ട്വിറ്ററിലും നമുക്ക് ബന്ധപ്പെടാം. താങ്ക് യു. ബൈ ബൈ.